ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒടുവിൽ നവീൻ തന്റെ മനസ്സ് മൂർത്തി മുത്തശ്ശന് മുന്നിൽ തുറക്കുകയാണ്. അതായത് താൻ ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, നയനയുടെ അനിയത്തി നന്ദു തന്നെയാണ്. എന്നാൽ എനിക്ക് ഒരിക്കലും അവന്തികയെ എന്റെ ഭാര്യ എന്നുള്ള സ്ഥാനത്ത് കാണാൻ പറ്റില്ല. അവളെ എനിക്ക് എന്റെ സഹോദരിയെ പോലെയാണ്. ഞാൻ എന്റെ പെങ്ങളുടെ സ്ഥാനം കൊടുക്കുന്ന അവന്തികയെ എങ്ങനെ എനിക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് മൂർത്തി മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നവീന്റെ മനസ്സ് മൂർത്തി മുത്തശ്ശന് മുന്നിൽ തുറക്കാണ് കേട്ടോ. എന്നാൽ അത് കേട്ടിട്ട് മുത്തശ്ശന് സന്തോഷാവാണ് കേട്ടോ. കാരണം അവന്തികയും നന്ദുവിനെയൊക്കെ മൂർത്തി മുത്തശ്ശൻ ഒരുപോലെയാണ് കണ്ടിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ നന്ദുവിനാണ് ആ ഭാഗ്യം വന്നു വീണതെങ്കിലും മൂർത്തി മുത്തശ്ശന് സന്തോഷം മാത്രമേ ഉള്ളൂ. മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദുവിനാണെങ്കിലും അവന്തികക്കാണെങ്കിലും നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ മോനെ എന്നൊക്കെ പറഞ്ഞ് നവീന്റെ മുന്നിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നവീനാണെങ്കിൽ ഒടുക്കത്തെ സന്തോഷമാണ്. മൂർത്തി മുത്തശ്ശൻ കട്ടയ്ക്ക് നിന്നാ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വെരി സിമ്പിൾ ആയിരിക്കും എന്ന് നവീൻ അറിയാം. മൂർത്തി മുത്തശ്ശൻ എങ്ങനെയെങ്കിലും എൻ്റെ മുത്തശ്ശനെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അമ്മയെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാന്നൊക്കെ നവീൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് 8ന്റെ തിരിച്ചടി ആയിരിക്കുന്നത് നമ്മുടെ അനിക്കാണ്. അനി വിവരം അറിഞ്ഞ പടേ എന്താ ഉണ്ടായതെന്നറിയോ? മറ്റൊന്നും നോക്കാതെ അനി ഒരു കുത്തിത്തിരിപ്പ് അങ്ങ് ഉണ്ടാക്കാൻ തീരുമാനിക്കാണ്. തനിക്കൊരിക്കലും നന്ദുവിനെ നഷ്ടമാകരുത്. അതുകൊണ്ട് തന്നെ നേർവഴിക്ക് നടന്ന അനി കുത്തിത്തിരിപ്പിന് തന്നെ തയ്യാറാവാണ്. അവന്തികയുടെയും ജലജ അപ്പച്ചിയുടെയും മനസ്സിലൊക്കെ വിഷം തന്നെ കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ് അനി. ഓക്കെ, അപ്പൊ ആ ഒരു കിടലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. എന്തായാലും നന്ദു സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നവീന് തന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു എപ്പിസോഡിലൂടെ കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീന്റെ അമ്മ വന്നിട്ട് നവീനോട് പറയുന്നുണ്ട്, മോനെ നമുക്കൊന്ന് അനന്തപുരി വരെ ഒന്ന് പോയാലോ? എന്തിനാ ഇപ്പൊ അനന്തപുരിയിലേക്ക് പോകുന്നത്? അത് ശരി, നമ്മളിനി ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ, അപ്പൊ ഇടയ്ക്കും തലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു പോകുന്നത് നല്ലതാ നവീനെ. ദേ അമ്മേ, ഇടയ്ക്കും തലയ്ക്കും പോവും വരുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി എപ്പോഴും അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കണോ? ഒരു പെണ്ണിനെ കണ്ടെന്നും കരുതി? മോനെ, ഞാൻ വെറുതെ ഒന്നുമല്ല പോകുന്നത്. എന്നെ ജലജ വിളിച്ചിരുന്നു. ഒഴിവിട്ടുമ്പോ മോളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇന്ന് ഏതായാലും ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലേ, എന്റെ മരുമകൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് കയറി ചെല്ലണം. അമ്മേ, അവള് മരുമകളായിട്ടില്ല, ആവുമ്പോഴല്ലേ അത് നമുക്ക് അപ്പം നോക്കാം. നവീൻ, നിന്റെ സ്വഭാവം അല്പമെങ്കിലും മാറ്റാൻ സമയമായിട്ടുണ്ട്. എന്റെ സ്വഭാവമല്ല മാറ്റേണ്ടത്, അമ്മയുടെ സ്വഭാവ എന്ന് ഇത് കേട്ടോണ്ടാണ് നരസിംഹ അങ്ങോട്ട് വരുന്നത്. ഷോ, ഇപ്പൊ അമ്മയും മോനും ഏത് സമയവും വഴക്കായിട്ടുണ്ടല്ലോ. എന്താ ഇപ്പോഴത്തെ വിഷയം? മുത്തശ്ശ, ഞാൻ പറഞ്ഞതല്ലേ, ഇതൊന്നാമതേ ഒരു ചതിയായിപ്പോയി. അതിനിടയ്ക്ക് ഇനിയും വീണ്ടും അനന്തപുരിയിലേക്ക് ആ പെണ്ണിനെ കാണാൻ അമ്മ ഇങ്ങനെ ചെല്ലണോ? അതിനെന്താ, നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, നിന്റെ അമ്മ ഇടയ്ക്കൊന്ന് പോയി കണ്ടെന്ന് കരുതി എന്താ കുഴപ്പം? അവിടെ നിന്ന് വിളിച്ചിട്ടല്ലേ പത്മ പോകുന്നത്. ആയിക്കോട്ടെ, അമ്മ പോവേ വരെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എന്നെ എന്തിനാ കൂടെ കൂട്ടുന്നത്? ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. ദേ നവീനെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ ഇന്നലെ എന്തിനാ മോളെ കാണാൻ വേണ്ടി പോയത്? അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇഷ്ടമല്ലാത്തവർ പിന്നെ പോയി കാണേണ്ട ആവശ്യമുണ്ടോ? എന്നോട് ജലജ പറഞ്ഞു, മോളെ നീ പുറത്ത് റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടെന്ന്. ഇഷ്ടമുള്ള കാര്യമൊക്കെ അവളോട് തുറന്ന് പറഞ്ഞെന്നും പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞു. അത് എനിക്ക് പറ്റിയ പെൺകുട്ടിയാണോന്ന് അറിയാൻ വേണ്ടി. അല്ല, അബിയുടെ അനിയത്തി ആണല്ലോ, അവിടെ സ്വഭാവത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പോയി സംസാരിച്ചതാ. അല്ലേനും എനിക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ല, പ്രത്യേകിച്ച് അത് അബിയുടെ അനിയത്തി ആയതുകൊണ്ട്. അബിയുടെ അനിയത്തിയൊക്കെ തന്നെയാണ്, പക്ഷെ ആ ജലജയുടെയും അബിയുടെയും യാതൊരുവിധ സ്വഭാവ ദൂഷ്യം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അവർക്കൊക്കെ സാഹചര്യം അനുസരിച്ച് നിൽക്കാൻ അറിയാം. പ്രത്യേകിച്ച് ഓന്ത് നിറം പാലുന്ന പോലെ അവർ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നരസിംഹം പറയുന്നുണ്ട് കേട്ടോ, നവീനെ നിർത്ത്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വിട്, അല്ലാതെ അവരെ ഇവരെയും കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അബിയും അബിയുടെ അമ്മയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നും കരുതി ആ കുട്ടി ഇങ്ങനെ പഴി പറയണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂർത്തി ഒരിക്കലും എന്നോട് ഈ ബന്ധത്തിന് നിൽക്കാൻ പറയില്ല. മൂർത്തി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നു കാണും. നിങ്ങളൊക്കെ പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. ഡാ ഒന്ന് നിന്നേ. എന്താ അമ്മേ, അമ്മയ്ക്ക് പോണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ, എന്നെ അതിന് കിട്ടത്തില്ല. നീയും വന്നേ പറ്റൂ, നിന്റെ കൂടെ മാത്രമേ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ. എന്നാ അമ്മ പോണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഒരുപാട് ജോലി കിടപ്പുണ്ട്, ഒരുപാട് കേസ് കെട്ടൽക്കിടയിൽ നിന്നിട്ടാ ഞാൻ ഈ കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഓരോരുത്തരെ ഇഷ്ടമല്ലാത്തവരെ കല്യാണം ആലോചിച്ച് വന്നോളൂ. അച്ഛാ, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ? പത്മേ, നീ ഒന്ന് അടങ്ങ്. അവന് കല്യാണവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാ. അവനെ തറവാടി പിറക്കാത്ത ഏതെങ്കിലും പെമ്പിള്ളേരെ കണ്ടുവച്ചിട്ടുണ്ടാകും. അവൾ ഈ വീട്ടിലോട്ട് കയറ്റാന്ന് അവ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതിന് ഈ പത്മ സമ്മതിക്കില്ല. അങ്ങനെ അവൻ ഇങ്ങോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ അത് ഈ പത്മയുടെ ജഡത്തിൽ ചവിട്ടിയിട്ടായിരിക്കും. ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ എൻ്റെ വാക്കിന് അവൻ വില തന്നില്ലെങ്കിലേ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക എന്ന് കാണാം. എന്നാൽ ഇതൊക്കെ സൈഡിൽ നിന്ന് നവീൻ കേൾക്കുന്നുണ്ട് കേട്ടോ. നവീൻ ആകെ വിഷമിച്ചുകൊണ്ട് നിൽക്കാണ്. ആ സമയത്താണ് നമ്മുടെ നന്ദുവിന്റെ കോള് നവീന്റെ ഫോണിലോട്ട് വരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നവീന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശവും പുഞ്ചിരിയൊക്കെ വരാൻ കേട്ടോ. നന്ദു ആണല്ലോ. നന്ദു ഇപ്പം എന്തിനാ എന്നെ വിളിക്കുന്നത്?
എന്തായാലും എടുത്തേക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഹലോ നന്ദു. ആ നവീനേട്ടാ, നമ്മുടെ മറ്റേ കേസിൻ്റെ കാര്യം എന്തായി? അത് ഞാൻ നോക്കുന്നുണ്ട് നന്ദു. കറക്റ്റായിട്ട് അതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ലഭിച്ചാൽ ഞാൻ നിനക്കത് അപ്പം തന്നെ ഷെയർ ചെയ്തേക്കാം. ശരി. അല്ല നവീനേട്ടൻ ഇപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് നന്ദു. എന്താ കാണണോ? ഏയ് അതല്ല, ഞാനിപ്പോൾ സ്റ്റേഷനിലാ. അല്ല നവീനേട്ടൻ ഇപ്പോൾ വീട്ടിൽ തന്നെയാണോ? ജോലിക്കൊന്നും പോവാറില്ലേ? അത് പിന്നെ ജോലിക്കൊക്കെ പോവാറുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ടെൻഷനൊക്കെ ആയിട്ട്. ഓ എന്തിനാ നവീനേട്ട ഇന്ന് ടെൻഷൻ അടിക്കുന്നത്? ദേ ഇപ്പം തന്നെ പ്രായത്രായെന്ന ഒരു വിവാഹം കഴിക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങിയെന്നല്ല, കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഷോ നന്ദു, നീ ഇങ്ങനെയൊന്നും പറയാതെ. അയ്യോ ഞാൻ പേടിപ്പിച്ചതൊന്നല്ല. എന്തായാലും ഇപ്പോൾ ഒത്തൊരു പെൺകുട്ടി എന്നെ ഒത്തു കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും അവന്തിക്ക് നല്ല പെൺകുട്ടിയാ. അവളെ വിവാഹം കഴിച്ചിട്ട് സന്തോഷത്തോടെ നവീനേട്ടന് ജീവിക്കാം. പിന്നെ അവളെൻ്റെ തലയിലാവുന്ന മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും നവീനേട്ടൻ പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതിൽ അത്ര വിശ്വാസമൊന്നുമില്ല. അവളും അവളുടെ അമ്മയും ഏട്ടനും ഒക്കെ ഓന്ത് നിറം പാർന്ന പോലെ നിറം മാറും. അവളുടെ അച്ഛനും കണക്കാണെന്നാ കേട്ടത്. അതൊന്നും ഇപ്പം നവീനേട്ടൻ നോക്കണ്ട. നവീനേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി. അനി പറഞ്ഞിടത്തോളം അവന്തികയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഇടയ്ക്ക് എന്നെ വന്ന് കണ്ടിരുന്നു. അവന്തിക ഒരു പാവം പെൺകുട്ടിയാ. അയർലൻഡിൽ പോയപ്പോൾ അവന്തികയ്ക്ക് നല്ല മാറ്റം വന്നിരിക്കുന്നത്. നന്ദു, നീ ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? ഓ ഇത് പറയുമ്പോൾ എന്തിനാ നവീനേട്ടാ ദേഷ്യപ്പെടുന്നത്? നന്ദു, അവളെക്കുറിച്ച് എന്നെ ചേർത്ത് ഓരോന്നും പറയണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ട്, ഈ നവീനേട്ടൻ എന്താ ഇങ്ങനെ? ഒരു കല്യാണം ഒത്തു വന്നപ്പോൾ അതും വേണ്ടെന്നോ? ഇനി മനസ്സിലിരിക്കുന്ന പെൺകുട്ടിയെ സെറ്റാകാനായിട്ടായിരിക്കോ? എന്തോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ പത്മയും മകനായിട്ടുള്ള നവീനും കയറി വരുന്നുണ്ട്. നവീന് പെട്ട പാടെ വരികയാണ് കേട്ടോ. അപ്പോഴാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ മുന്നിൽ തന്നെ ഇരിക്കുന്നത്. ആഹാ വരണം, ഇതാരൊക്കെയാ? പത്മേ വാ, മോനെ നവീനെ ഇരിക്കി, ഇതൊക്കെ പറയുന്നത് കേട്ടോ മുത്തശ്ശി. അപ്പോഴാണ് ദേവിയാനി അങ്ങോട്ട് വരുന്നത്. ആഹാ പത്മേ നിങ്ങളോ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അത് പിന്നെ ചേച്ചി, ഞാൻ ജലജയെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു വരുന്ന വിവരം. ഓ ജലജയോട് പറഞ്ഞിരുന്നല്ലേ? ജലജ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോഴാണ് ജലജ അങ്ങോട്ട് വരുന്നത്. അയ്യോ ഏട്ടത്തി, ഞാൻ പറയാൻ വിട്ടുപോയതാ. ജലജെ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നില്ലേ വരുന്ന വിവരം പറയാൻ? അയ്യോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയതാ പത്മേ. അതൊന്നും കുഴപ്പമില്ല. പത്മേ ഇരിക്കി. ഓ ഇരിക്കല് തന്നെയല്ലേ പണി. അല്ല എൻ്റെ മരുമകൾ എവിടെ? അവള് മുറിയിലുണ്ട്, ഞാൻ അവളെ വിളിക്കാം. മോളെ അവന്തികേ. എന്താ അമ്മേ? മോളിങ് വന്നേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അല്ല അവന്തികക്കറിയില്ലേ ഞങ്ങൾ വരുന്നത്? ഏയ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്തായാലും നല്ലതാ. ഉള്ള കോലത്തിൽ തന്നെ അവരെയൊക്കെ കാണാലോ. അല്ലെങ്കിലും അവന്തിക മോള് സുന്ദരിയാട്ടോ. അങ്ങനെ അവന്തിക താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആൻറ്റി, ആഹാ മോളെ. ഇതൊക്കെ പറഞ്ഞ് പുന്നാരിക്കുന്നില്ല കേട്ടോ പത്മ. ഇതൊന്നും കണ്ടിട്ട് നവീനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നവീനെ, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. ഡേറ്റൊക്കെ ഏകദേശം മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. മുത്തശ്ശ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് വേണോ? അതെ വേണം, പെട്ടെന്ന് തന്നെ വേണം. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, നരസിംഹൻ്റെ കൂടി അഭിപ്രായ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ പ്രണയിച്ചൊക്കെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരിക്കും. അതിനോടൊന്നും ഞങ്ങൾ കാരണവർക്ക് അത്ര അങ്ങ് അഭിപ്രായമില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്രണയിക്കാലോ. ആദർശിൻ്റെ നയനയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. അവർ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയിച്ചത്. എന്നാൽ ഈ ശബ്ദം കേട്ടിട്ടാണ് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. അനിയെ കണ്ടപ്പോൾ തന്നെ നവീനൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. നവീനെ, വരുന്ന വിവരം പറഞ്ഞില്ലല്ലോ. ഓ അവന്തികയെ കാണാൻ വന്നതായിരിക്കുമല്ലേ? അനി നീ ഒന്ന് വന്നേ, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ നിങ്ങൾ ഒരേ പ്രായക്കാരായതുകൊണ്ട് പലതും സംസാരിക്കാനുണ്ടായിരിക്കും. ചെല്ല്. ഇതും പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ അവരെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എടാ ഇങ്ങോട്ട് വാടാ. എന്താടാ നവീനെ? എന്താണ് നീ ഇപ്പോൾ അവിടുന്ന് പറഞ്ഞത്? ഞാൻ അവന്തികയെ കാണാൻ വന്നതാണെന്നോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ബന്ധം നടക്കത്തില്ലെന്ന്. പിന്നെ എന്തിനാണ് നീ അവന്തികയെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്? അവക്കിങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത്? നീ ഇങ്ങനെ വന്ന് കാണുമ്പോൾ അവൾക്ക് പ്രതീക്ഷ കൂടത്തല്ലേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ ഓരോ നിർബന്ധം കൊണ്ട് ഭീഷണി കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അവന്തിക കാണാൻ ഇങ്ങോട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അവന്തിക നല്ല പെൺകുട്ടിയാ. അവളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും പറയാനില്ല. പിന്നെ നീ നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നീ വെറുതെ പിടിവാശി പിടിക്കല്ലേ? ഓഹോ ഇപ്പം അങ്ങനെയാണല്ലേ? എൻ്റെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടാനിഷ്ടാനങ്ങൾക്കൊക്കെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് നീ അവസാനം എന്നെ കാലുവാരുവാണല്ലേ? അതുകൊണ്ടല്ലട പറഞ്ഞത്.
വെറുതെ അച്ഛനും അമ്മയും വെറുപ്പിച്ചിട്ട് ഒരു കല്യാണം വേണ്ട. എന്നിട്ട് എന്തിനാ? നിന്റെ കല്യാണം പോലെ ആവാനാണോ? എന്നിട്ട് നിന്റെ പോലെ ഞാനും ഡിവോഴ്സ് വാങ്ങണോ? എടാ എടാ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ ജീവിതം അങ്ങനെ ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് മനസ്സിലാവും നവീനെ. ദേ, നീ അവളുടെ മുഖത്ത് സന്തോഷമൊന്നും നോക്കിക്കേ. നിന്റെ ഭാര്യയാവാൻ പോവാന്നുള്ള ഓരോ നിമിഷം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവള്. ഇന്നലെ ഞാൻ അവളോട് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ചെന്നിരുന്നു. പക്ഷേ സത്യം പറയലോ, ചെന്നപ്പോൾ തന്നെ അവളുടെ ഫോണിലുള്ള വാൾപേപ്പറാണ് ഞാൻ കണ്ടത്. നിന്റെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ നോക്കി സന്തോഷിച്ചിരിക്കുന്ന അവളെയാണ് ഞാൻ കണ്ടത്. അവളുടെ അടുത്ത് എങ്ങനെയാടാ ഞാൻ ചെന്ന് പറയാം നിനക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്? പറഞ്ഞേ പറ്റൂ. അതെങ്ങനെയെങ്കിലും നീ പറയണം. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ മനസ്സിൽ പ്രതീക്ഷിച്ച് ഫോണിൽ വരെ ഫോട്ടോ കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാടാ? അതോ നീ പറഞ്ഞത് ശരിയാ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയോട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അവന്തികയ്ക്ക് ചെറിയ വിഷമം പോലും അത്ര പെട്ടെന്ന് അങ്ങ് താങ്ങാനൊന്നും പറ്റത്തില്ല. എന്തായാലും നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചും കണ്ടു ചെയ്യ്. അവക്കെന്തായാലും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ദാ, നീ വീണ്ടും ഇത് തന്നെ പറയണോ? അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അവന്തിക വരുന്നത്. നവീനേട്ടാ, എന്താ അവന്തികേ? അല്ല, എന്താ രണ്ടുപേരും സംസാരിക്കുന്നത്? അപ്പം അനി പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഞാനൊരു കട്ടുറുമ്പാവുകയാണല്ലേ, ഞാൻ ഇവിടുന്ന് പോയി തരാം. ഇതും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അനിയെ നവീൻ പിടിച്ചേക്കാൻ ശ്രമിച്ചെങ്കിലും അനി പെട്ടെന്ന് തന്നെ കൈ ഉടഞ്ഞ് അവിടെ നിന്ന് പോവാണ്. നവീനേട്ടാ, എന്തൊക്കെയാണ് നമ്മുടെ ഭാവി കാര്യങ്ങൾ? നവീനേട്ടൻ ഒന്നും ചിന്തിക്കാറില്ലേ? അല്ല, നവീനേട്ടൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല കേട്ടോ. ആ നമ്പർ ഒന്ന് എനിക്ക് തരുമോ? എൻ്റെ നമ്പറോ? എൻ്റെ നമ്പർ എന്തിനാ? അത് ശരി, വിവാഹം കഴിക്കാൻ പോകുന്നവർ എല്ലാം സംസാരിച്ചറിയുന്നത് ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്പർ തരുമോന്ന്. എൻ്റെ നമ്പർ വേണമല്ലേ? ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തേക്കാം. അതിന് എൻ്റെ നമ്പർ നവീനേട്ടൻ്റെ കയ്യിലുണ്ടോ? ആ നമ്പറൊക്കെ ഉണ്ട്. ശരി, എന്നാൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. എന്നെ ഒന്ന് വിളിക്കണേ. ആ അതിനെന്താ, വിളിക്കാലോ. അപ്പം പത്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആഹാ, മക്കളിവിടെ നിന്ന് സംസാരിക്കുമായിരുന്നോ? എന്തൊരു മാച്ചാന്നറിയാം നിങ്ങൾ രണ്ടുപേരും. ഓ, എനിക്കെന്തായാലും ഇവനെ പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ, അതിൽ വലിയ ആശ്വാസമുണ്ട്. മോളെ, നവീൻ്റെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാട്ടോ. അച്ഛനും മോളേന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനെന്താ ആൻറ്റി, അങ്കിളിനെയും കൊണ്ട് ഇങ്ങോട്ട് വാ. ശരി മോളെ, എന്നാൽ പിന്നെ ഞാനും നവീനെ ഇറങ്ങട്ടെ. അയ്യോ, ഇറങ്ങാണോ? അതെ, ഒട്ടും സമയമില്ല. അച്ഛൻ അവിടെ ഒറ്റയ്ക്കാ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ. ശരി ആൻറ്റി. നവീനേട്ടാ പോവാണോ? ഞാൻ പോയിട്ട് വരാം. ശരി. അങ്ങനെ നവീനും അമ്മയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരുടെ നവീൻ്റെ വീടാണ് കേട്ടോ. അവരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ നവീൻ്റെ പ്ലേറ്റിലേക്ക് മുത്തശ്ശിയുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാ, നിന്റെ മുഖത്തെന്താ തെളിച്ചില്ലാത്തത്? നിന്നെന്താ ആരെങ്കിലും പിടിച്ച് കടിച്ചോ? ഇവനെ ഇഷ്ടമില്ലാത്ത എന്തിനോ നിർബന്ധിച്ച പോലെ. മോനെ നവീനെ, ഭക്ഷണമൊക്കെ കഴിക്കുക. ആഹാരം നന്നായിട്ട് കഴിച്ചാലല്ലേ ജോലിയൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റൂ. മുത്തശ്ശ, എനിക്ക് സത്യം പറഞ്ഞ് ഇറങ്ങുന്നില്ല. അവനെ ഇറങ്ങത്തില്ല. ഇന്ന് അനന്തപുരിയിലേക്ക് ഇവനെയും കൊണ്ടുപോയപ്പോൾ എന്താ അച്ഛൻ ഉണ്ടായതെന്നറിയോ? മര്യാദയ്ക്ക് ഇവൻ ആരെങ്കിലും മുഖത്തോക്കി നല്ലപോലെ സംസാരിച്ചോ? ഇല്ല. അല്ലെങ്കിൽ അവൻ അവിടെ ചെന്ന 100 നാക്ക. ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവന് മര്യാദയ്ക്ക് ഇവൻ്റെ അമ്മായിയമ്മയോടെങ്കിലും സംസാരിക്കണ്ടേ? അവന്തിക മോളോട് 1 2 പറയുന്നത് കേട്ടു. അതല്ലാതെ ഞാനൊന്നും കേട്ടിട്ടില്ല. ദേ അമ്മേ, അവന്തിക എപ്പോഴും അവന്തികയെക്കുറിച്ച് മാത്രം പറയാനുള്ള അമ്മയ്ക്ക്. അതെ, എൻ്റെ മരുമകളാണ് അവന്തിക. അവളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിനക്കെന്താടാ കുഴപ്പം? മനുഷ്യൻ്റെ സമാധാനം തരത്തില്ല. നിങ്ങൾ എന്നെ കഴിച്ചോ? ഇതും പറഞ്ഞോണ്ട് നവീൻ അവിടുന്ന് പോവാണ് കേട്ടോ, ദേഷ്യപ്പെട്ടുകൊണ്ട്. പത്മേ, നീ എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവൻ ആഹാരത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ലേ? പോകുന്നെങ്കിൽ പോട്ടച്ചാ. അവൻ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇവൻ ആരെ കെട്ടണമെന്ന് വിചാരിച്ച് നടക്കുക. മുത്തശ്ശനാണെങ്കിൽ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അച്ഛൻ ആഹാരം കഴിക്കേ, അവൻ്റെ കാര്യമൊന്നും നോക്കണ്ട. അങ്ങനെ നവീൻ ദേഷ്യം പിടിച്ച് കുറ്റിയിടുന്നുണ്ടിട്ട് റൂമിനകത്ത് പോയിട്ട്. അങ്ങനെ നവീന് എല്ലാം കൂടി ചിന്തിച്ചിട്ട് പ്രാന്താവാണ്. പെട്ടെന്ന് തന്നെ നവീൻ തീരുമാനിക്കാണ് മുത്തശ്ശനെ വിളിച്ച് വിവരമൊക്കെ പറയണമെന്ന്. അതായത് മൂർത്തി മുത്തശ്ശനെ. ഇനിയും ഈ സത്യം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവന്തികയുടെ കഴുത്തി താലി കിട്ടേണ്ടി വരും. ഇഷ്ടമില്ലാത്ത ജീവിതം ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിച്ച് തീർക്കാൻ എനിക്ക് വയ്യ. എനിക്ക് ഒരേ ഒരു ജീവിതമുള്ളൂ. അത് ഞാൻ ജീവിക്കുന്നത് നന്ദുവിൻ്റെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് നേരെ മൂർത്തി മുത്തശ്ശന് കോൾ ചെയ്യാൻ കേട്ടോ. കോൾ കണ്ട പാടത്തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതാരാ നോക്കി? നവീമോനാ വിളിക്കുന്നത്. ആഹാ, കല്യാണത്തിൻ്റെ വല്ല കാര്യവും പറയാനായിരിക്കും. ചിലപ്പോൾ നരസിംഹ ആയിരിക്കും. എടുക്ക്. ദാ. ഹലോ മൂർത്തി മുത്തശ്ശ. എന്താ മോനെ? അത് പിന്നെ മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോനെ? എനിക്ക് മുത്തശ്ശനെ നേരിട്ട് കാണണം. ചില കാര്യങ്ങൾ മുത്തശ്ശനോട് പറയാനുണ്ട്. ഈ വിവരം മറ്റാരും അറിയരുത്. ശരി,
എവിടെ വെച്ചാ മോനെ കാണേണ്ടത്? മുത്തശ്ശൻ രാവിലെ ഒന്നും അമ്പലത്തിലോട്ട് വരാറില്ലേ? അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ വെച്ച് മുത്തശ്ശനെ കണ്ടോളാം. ശരി, കാലത്ത് ഞാൻ വരുമ്പോൾ നമുക്ക് കാണാം. ആ ശരി മുത്തശ്ശ. ഇതും പറഞ്ഞവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ എന്താ നവീമോ പറഞ്ഞത്? നാളെ ഇങ്ങോട്ട് പറ്റോ വരുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, മോൻക്ക് എന്നെ ഒന്ന് കാണണത്രേ. എന്താ എന്താ കാണണമെന്ന് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല, കണ്ടാലല്ലേ അറിയാൻ പറ്റൂ. മോനിനി ഈ വിവാഹത്തിന് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? ആ അതൊന്നും അറിയില്ലല്ലോ. നരസിംഹം ഒന്നും അറിയിക്കാതല്ലേ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയത്. ചിലപ്പോൾ അതിൻ്റെ വല്ല ആയിരിക്കും. എന്നാലും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. അവന്തികമോളാണെങ്കിൽ എപ്പോഴും നവീനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി മോന് വല്ലതും മോളെ ഇഷ്ടപ്പെടാതിരിക്കോ? ഏയ് അതിന് സാധ്യതയൊന്നുമില്ല. താൻ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. നാളെ രാവിലെ ആവട്ടെ. അധിക സമയമൊന്നും വേണ്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് അവരെ കിടക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിലാണെങ്കിൽ മുത്തശ്ശൻ തൊഴുതതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കാറിന് മുന്നിലായിട്ട് നവീൻ നിൽക്കുന്നുണ്ട്. ആ നവീൻ മോനല്ല അത്, എന്നെ കാത്തു നിൽക്കുമായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. മോനെ. ആ മുത്തശ്ശ. മോൻ കുറേ നേരമായോ വന്നിട്ട്? ഇല്ല, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ വിളിപ്പിച്ചത് മുത്തശ്ശന് ബുദ്ധിമുട്ടായോ? ഏയ് എന്നും അമ്പലത്തിലോട്ട് വരാറുള്ളതല്ലേ. അപ്പം ഒരാളെ ഇടയ്ക്ക് വെച്ച് കണ്ടെന്ന് കരുതിയിട്ട് എന്താ ഇപ്പം എത്ര വലിയ ബുദ്ധിമുട്ട്? അല്ല, മോനിക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? സീരിയസ് ആയിട്ടുള്ള കാര്യം മുത്തശ്ശ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എടുക്കേണ്ട കാര്യം എൻ്റെ വിവാഹം എന്ന് പറയുന്നത്. അതിൽ ഞാൻ പിഴവ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. മോൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവധിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. അബിയുടെ അനിയത്തിയാണല്ലോ. ഏയ് അബിയുടെ അനിയത്തിയാണെന്ന് കരുതിയിട്ട് അവളെ മോന് മോശക്കാരിയായി കാണണ്ട. ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് മാത്രമല്ല മുത്തശ്ശ, ഞാൻ അവന്തികയെ ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത്. എൻ്റെ അനിയത്തിയെ പോലെ. അവളെൻ്റെ പെങ്ങളാ. ആ സ്ഥാനത്ത് കാണുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാ മുത്തശ്ശ വിവാഹം കഴിക്കുക? അങ്ങനെ എത്രയോ പേര് വിവാഹം കഴിക്കുന്നു. അതിലൊക്കെ ഇപ്പം എന്താ മോനെ കുഴപ്പം? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന്. അത് നീ തുറന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നരസിംഹം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. അത് പിന്നെ മുത്തശ്ശ, ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയട്ടെ? ഇപ്പോഴും സമയമില്ലേ? ആരാ മോനെ? അപ്പം ഈ ബന്ധത്തിന് താല്പര്യമില്ലേ? അത് പിന്നെ എനിക്ക് താല്പര്യം, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് മുത്തശ്ശ. ആരാന്ന് പറയും മോനെ? മറ്റാരുമല്ല മുത്തശ്ശ, നിങ്ങളുടെ വീട്ടിലെ 2 മരുമക്കളുടെ അനിയത്തി തന്നെയാ, നന്ദു, നയനയുടെ അനിയത്തി. ഇത് കേട്ടപ്പോൾ മുത്തശ്ശനൊന്ന് ആദ്യം ഷോക്കാവുന്നുണ്ട് കേട്ടോ. അവധികെ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മുത്തശ്ശൻ വേണം എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ. പെട്ടെന്ന് എടുത്തു ചാടിയ എൻ്റെ മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ നന്ദുവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടി ജീവിതത്തിലോട്ട് കയറി വന്നാൽ എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും മുത്തശ്ശ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, അവന്തിക അല്ലെങ്കിൽ പിന്നെ നന്ദു, എനിക്ക് രണ്ടിലും സന്തോഷം മാത്രമേ ഉള്ളൂ. നന്ദുവും നല്ല പെൺകുട്ടിയാ. പക്ഷേ അവന്തികയുടെ മോളുടെ മനസ്സിന് ഒരുപാട് പ്രതീക്ഷ കൊടുത്തു. അതിലിനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാ? നന്ദുവിനായിട്ട് വിവാഹം കഴിക്കുന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. നന്ദുവിനെയും അവന്തികയും ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. അതെനിക്കറിയാം മുത്തശ്ശ. പക്ഷേ അവന്തികയെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? മോനെ, നിനക്കിത് കുറച്ച് മുൻപെങ്കിലും പറയുമായിരുന്നെങ്കിൽ നരസിംഹം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ബന്ധം കൊണ്ടുവരുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അവന്തിക മോളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. മോൻക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. നന്ദുവിനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ തീരുമാനിക്കാം. പക്ഷേ വേറൊരു വിഷയമില്ലേ, പത്മയ്ക്ക് നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമോ? അതാണ് മുത്തശ്ശ പ്രശ്നം. മുത്തശ്ശൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് ശരിയാക്കി തരണം. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ നവീനെ. മുത്തശ്ശൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുന്ന കാര്യം ഏറ്റോളാം. അച്ഛനോ പറഞ്ഞാൽ അച്ഛൻ ഒരുവിധം പറഞ്ഞാൽ അമ്മ അനുസരിക്കാതിരിക്കില്ല. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാനാദ്യം ഈ വിവരം ഒന്ന് പോയി വീട്ടിൽ ചെന്ന് പറയട്ടെ. ശരി മുത്തശ്ശ. മുത്തശ്ശ സോറി മുത്തശ്ശ. അതൊന്നും കുഴപ്പമില്ല. ഓരോരുത്തരുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് അവർ തന്നെയാണ്. മോനെ അറിയിക്കാതെയല്ലേ അവധികയെ പെണ്ണ് കാണാൻ വേണ്ടി നരസിംഹം നിന്നെ കൂട്ടി അങ്ങോട്ട് വന്നത്. അതേ ശരിക്ക് തെറ്റായിപ്പോയി. അത് പാടില്ലായിരുന്നു. ഞാനും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു അക്കാര്യം. ഇനിയിപ്പോൾ അതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ വീട്ടിൽ ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്നാ. അവന്തികുമോൾക്കാണെങ്കിൽ മോനെ വലിയ കാര്യമാണ്. അല്ലേടോ വസുന്ധരെ? അതെ, ഇന്നലെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നവീനെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു. മുത്തശ്ശി, ഞാൻ മനഃപൂർവ്വമല്ല. എൻ്റെ ഉള്ളിൽ നന്ദുവിനോട് പ്രണയം തോന്നിപ്പോയി. ഞങ്ങൾക്കറിയാം മോനെ, ഞങ്ങൾക്കത് മനസ്സിലാകും.
നന്ദുവിന് നയനമോളുടെ അതേ സ്വഭാവമാണ്. അതുകൊണ്ട് അവളൊരു പാവം കുട്ടിയാ. കുറച്ച് ദേഷ്യവും വാശിയും ഒക്കെ മുന്നിലുണ്ടെന്നേ ഉള്ളൂ. ആള് നല്ല പാവാ. ശരിക്കും പറഞ്ഞാൽ നവീൻ മോന് നന്ദുമോള് നല്ല മാച്ചാണല്ലേ? അതെ. എന്തായാലും മോൻ ചെല്ല്. ഞാൻ ഈ കാര്യം നരസിംഹനോട് സംസാരിക്കാം. ശരി മുത്തശ്ശ. എന്നാ പിന്നെ ഞാൻ ചെല്ല്. നവീൻ പോയപ്പോൾ തന്നെ മുത്തശ്ശി വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹം നോക്കി എന്തൊക്കെ പരീക്ഷണം ഉണ്ടാകുന്നത്. അവധിമോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവക്കത് സഹിക്കാൻ പറ്റില്ല. ഇഷ്ടമല്ലെന്ന് പറയുന്നത് പോലെയല്ലല്ലോ നന്ദുവിനെയാണ് അവൻ ഇഷ്ടമെന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ വസുന്ധരെ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ കുടുംബത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ള ചോയ്സിനാ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനി നമ്മൾ അവന്തിക മോളോട് എങ്ങനെ ചെന്ന് പറയാനാ? പറഞ്ഞല്ലേ പറ്റൂ. അവൻ്റെ മനസ്സിൽ അവന്തിക മോൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് വെറുതെ അത് വേണ്ട. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം അവന്തിക മോൾക്ക് കിട്ടും. എൻ്റെ പരിചയത്തിലും കുറേ നല്ല ആൺപിള്ളേരുണ്ട്. അത് മാത്രമല്ലല്ലോ വിഷയം. നമ്മുടെ അനിയാണെങ്കിൽ നന്ദു എന്ന് പറഞ്ഞ് മാത്രം നടക്കുക. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് നിന്റെ സംശയം മാത്രമല്ലോടെ വസുന്ധരെ, എനിക്കും അതിൽ സംശയമുണ്ട്. അങ്ങനെ വല്ലതും അവർ തമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നന്ദുവിനൊരിക്കലും അനിയെയും അനിക്ക് നന്ദുവിനെയും മറക്കാൻ വേണ്ടി പറ്റില്ല. അതെ, ഇതിനി വലിയ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടില്ലായിരിക്കും അല്ലേ? ഒന്നും അറിഞ്ഞൂടാ. കനകയ്ക്കും ഗോവിന്ദനും എന്തായാലും ഇതിനോട് താല്പര്യം ഉണ്ടാവും. പക്ഷേ നവീൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെയല്ല. നവീൻ്റെ അമ്മയ്ക്ക് കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന പെൺകുട്ടികളോടാ താല്പര്യം. പ്രത്യേകിച്ച് പറഞ്ഞാൽ നന്ദുവിനെയൊന്നും അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരുവിധം പറഞ്ഞ് ഒപ്പിച്ചാലും ഇവിടെ അതല്ലല്ലോ വിഷയം. അനിയും നന്ദുവും അതൊരു വലിയ വിഷയമല്ലേ? എനിക്ക് പറയണമെന്ന് തോന്നി നവീനോട്. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അനി പറയാത്ത കാര്യം നമ്മളെങ്ങനെയാ പറയാ? അനി എന്തുകൊണ്ടായിരിക്കും നവീനോട് ഇതൊന്നും പറയാതിരുന്നത്? ഒന്നും എനിക്കറിയില്ല. എന്തായാലും അനിയെ വിളിച്ചൊന്ന് സംസാരിക്കണം. നന്ദുവിൻ്റെ ജീവിതത്തിൽ ഒരു കരടായി നിൽക്കാതെ മാറിക്കൊടുക്കണമെന്ന് പറയണം. നമ്മളെങ്ങനെ അങ്ങനെ ചെയ്യാം? നമ്മൾ കനകയ്ക്കും ഗോവിന്ദനും വാക്ക് കൊടുത്തതല്ലേ അനി ഒരിക്കലും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു കരടാകില്ലെന്ന്. അപ്പം പിന്നെ നമ്മളത് പ്രാവർത്തികമാക്കിയേ പറ്റൂ. എന്തായാലും ഈ വിവരം അനന്തപുരിയിലൊന്ന് അറിയിക്കണം. നീ പെട്ടെന്ന് വാ. ഇതും പറഞ്ഞുകൊണ്ട് ഭാര്യയും കൂട്ടിക്കൊണ്ട് നേരെ അനന്തപുരിയിലേക്ക് പോവുകയാണ് കേട്ടോ മൂർത്തിമുത്തശ്ശൻ. അങ്ങനെ അവിടെ എത്തിയിട്ടാണ് കാണിക്കുന്നത് അമ്മയും അച്ഛനും കയറി വരുന്ന പാടെ തന്നെ അങ്ങോട്ടേക്ക് ദേവയാനെ ചെല്ലാണ് കേട്ടോ. അച്ഛ, അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോയതായിരുന്നോ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ. അല്ല, എന്താ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തൊരു വിഷമം? എന്താ അച്ഛാ? അത് പിന്നെ അപ്പം മുത്തശ്ശി കാര്യം ഇങ്ങനെ പറയാൻ പോകുന്നു കേട്ടോ. ദേവേനി, വസുന്ധരെ നിക്ക്. ദേവേനി, നീ ഒന്ന് മുറിയിലേക്ക് വാ. നിന്നോട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താ അച്ഛാ? എന്താ കാര്യം? ഇവിടെ വച്ച് തന്നെ പറയണോ? ഞാൻ പറഞ്ഞില്ലേ മുറിയിലോട്ട് വരാൻ. ശരി അച്ഛാ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ എല്ലാവരും കൂടി മുറിയിലോട്ട് ചെല്ലാണ് കേട്ടോ. ദേവയാനി മുറിയിൽ ചെന്നപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നറിയോ? ഇല്ല, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വീട്ടിലെ തല മുതിർന്ന വ്യക്തി എന്നുള്ള നിലക്ക് നീയും കൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത്. ജയനും അജയനും ഇവിടെ ഉണ്ടോ? ഇല്ല, അവർ ഓഫീസിൽ പോയേക്കുവാ. എന്തായാലും ഈ വിവരം ജയനെ അജയനെ അറിയിക്കണം. അച്ഛാ, എന്താ കാര്യം? എനിക്കാകെ ടെൻഷനാവുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ. പലതും നമ്മൾ ചിന്തിച്ച് ചെയ്യണമായിരുന്നു. അവന്തികയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അമ്മേ, എന്താ അവന്തികയുടെ കാര്യത്തിന്? നവീന അവന്തികയെ ഇഷ്ടപ്പെട്ടതല്ലേ? അവന്തികക്കാണെങ്കിൽ നവീനെയും ഇഷ്ടപ്പെട്ടതാ. അവർ പുറത്തു വെച്ച് കണ്ട കാര്യമൊക്കെ ജലജ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പൊന്നും. പുറത്തു വെച്ച് അവന്തിക മോളെ കണ്ടതായിട്ട് എന്നോട് ജലജ പറഞ്ഞിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച മറ്റൊന്നിനും ആയിരുന്നില്ല. നവീന് അവന്തിക ഇഷ്ടമല്ലെന്ന് പറയാനായിരുന്നു. ഇഷ്ടമല്ലെന്നോ? അതെന്താ ഇഷ്ടമില്ലാതിരിക്കാൻ? ആ ചോദ്യം തന്നെ ഞങ്ങൾ ചോദിച്ചതാ. ആ സമയത്ത് നവീന് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അനിയും നന്ദുവൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ആ പെൺകുട്ടി മൊത്തത്തിൽ നന്ദുവിനെ പോലെയാണെന്നാ കേട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തറവാട്ടിലോട്ട് പത്മ കയറ്റില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ മറന്നു കളയാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവന്തികയെ കാണാൻ വേണ്ടി വന്നത്. അതൊക്കെ ആയിരിക്കാം. പക്ഷേ അവൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് പ്രണയം തോന്നിയ പെൺകുട്ടിയാ. ആ കുട്ടിയോട് അവന് പ്രത്യേക ഒരു പ്രണയമുണ്ട്. അതുകൊണ്ട് അവന്തികയെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്നും അവന്തികയെ പെങ്ങളായി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നും അവൻ പറഞ്ഞത്. അയ്യോ, ഇതെങ്ങനെ അവന്തിക അറിഞ്ഞു കഴിഞ്ഞാൽ? അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചത്. എങ്ങനെയെങ്കിലും ഈ കാര്യം അവന്തിക മോൾ അറിയണം. അയ്യോ അച്ഛ, ഞാനെങ്ങനെ ഈ കാര്യം പറയാ? നീ പറയണ്ട, ഞാനും വസുന്ധരയും കൂടി പറഞ്ഞോളാം. ഈ കാര്യം നീ ജലജയോട് എങ്ങനെയെങ്കിലും പറയണം. അവന്തിക മോൾക്ക് വേറെയും നല്ല ബന്ധം കിട്ടും. എൻ്റെ പരിചയത്തിൽ ഇഷ്ടം പോലെ ആൺപിള്ളേരുണ്ടല്ലോ. അല്ല, നവീന അച്ഛനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അമ്പലത്തിൽ വെച്ചിട്ട് എന്നോടും വസുന്ധരയോടും അവൻ പറഞ്ഞു അവന്തിക മോളെ ഒരു പെങ്ങളായിട്ടുള്ള സ്ഥാനത്ത് മാത്രമേ കാണാൻ പറ്റുമെന്ന്. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവന് വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂന്ന്. അല്ല അച്ഛ, അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതാണെന്നോ മറ്റോ പറഞ്ഞോ?
പറഞ്ഞു. നമുക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടിയാ, നമ്മുടെയൊക്കെ ചുറ്റിലുള്ള പെൺകുട്ടി തന്നെയാ. അതാരാ? നമുക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടി ആരാ അച്ഛാ? വേറെ ആരുമല്ല, ഈ വീട്ടിലേക്ക് കയറി വന്ന 2 മരുമക്കളില്ലേ, ആ മരുമക്കളുടെ അനിയത്തി തന്നെ, നന്ദു. അയ്യോ, നന്ദുവോ? അതെ, അവൻ്റെ മനസ്സിൽ പറയാത്ത പ്രണയം കൊണ്ട് നടന്നത് നന്ദുവിനോടായിരുന്നു. ഇനി നന്ദുവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ല. അച്ഛാ, അനിയും നന്ദുവും തമ്മിൽ പ്രണയിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ? ആ കാര്യം വിട്. അനിയും നന്ദുവും എന്തായാലും ഒന്നിക്കാൻ പാടില്ല. അനിയെക്കൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും വിവാഹം ആലോചിക്കാം. പക്ഷേ നന്ദുവിൻ്റെ കാര്യം അങ്ങനെയല്ല. നന്ദുവിന് നല്ലൊരു ബന്ധം കിട്ടണം. അങ്ങനെയൊരു ബന്ധമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളായിട്ട് അനിയുടെ കാര്യം പറഞ്ഞ് അതിൽ തടസ്സം വരുത്തരുത്. ശരിയച്ചാ. എനിക്കതിൽ വിഷമമുണ്ട് അനിയുടെ കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷേ അനി എന്തായാലും നന്ദുവിനെ മറന്നേ പറ്റൂ. എന്തായാലും കനകയ്ക്കും ഗോവിന്ദനും അവർ തമ്മിൽ യോജിക്കുന്നതിലൂടെ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് നവീമോൻ വന്നാൽ അത് കനകയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. ശരിയച്ചാ. ഇതും പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് പോകാൻ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മറ്റൊന്നും അല്ല കേട്ടോ, എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതായത് നവീന് അവന്തിക ഇഷ്ടമല്ലെന്നുള്ള കാര്യം. അവന്തികയാണെങ്കിൽ വിഷമിച്ചുകൊണ്ട് കട്ടിൽ കയറി കിടക്കാൻ കേട്ടോ. നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ അവന്തിക. അപ്പം ജലജ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കാതെ, അവൻ അങ്ങനെ പറഞ്ഞതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെയും ഇഷ്ടം പോലെ നല്ല ആൺപിള്ളേരുണ്ടാവില്ലേ? അവൻ പോകുന്നെങ്കിൽ പോട്ടേന്ന് വെക്കുമോളെ. അവൻ ആരാ? ഓ, ഒരു വക്കീല് വന്നേക്കുന്നു. അവനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടുള്ള പയ്യന്മാരുണ്ടായിരിക്കും, കോടീശ്വരന്മാർ. എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി വരും, നോക്കിക്കോ. അമ്മേ, എനിക്ക് മറ്റൊന്നല്ല വിഷമം. അവൻ എന്നെ വേണ്ടാതെ പറഞ്ഞിട്ട് ആ നന്ദുവിന് വേണമെന്ന് പറഞ്ഞില്ലേ? എല്ലാവർക്കും അവൾമാരെ മാത്രം മതി. മോളെ, അതാലോചിച്ച് മോള് വിഷമിക്കണ്ട. അതിനുള്ള പണി ആ നവീന് വൈകാതെ തന്നെ അഭി കൊടുത്തോളും. അഭി കൊടുക്കും. ഏട്ടൻ കൊടുത്താൽ ഏട്ടൻ അത് തിരിച്ചു കിട്ടും. ആ സമയത്താണ് കേട്ടോ അനി അറിഞ്ഞതായിട്ട് കാണിക്കുന്നത്. അനിയോടാണെന്നുണ്ടെങ്കിൽ ജാനകിയാണ് ഈ വിവരം പറയുന്നത്. എടാ മോനെ, ഇനിയിപ്പോൾ എന്തായാലും അവൾ എന്നുള്ള ഭാരം നിന്റെ തലേന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും ആശ്വാസമായത്. കനകയ്ക്ക് എന്തായാലും നിന്നെയും നവീനെയും കിട്ടുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും അവള് നവീന്റെ തലയിലായി. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നീ ഇപ്പം നന്ദുവായിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അമ്മയൊന്ന് പോവാൻ നോക്ക്. ഇതും പറഞ്ഞ് അമ്മയെ മുറിയെന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അനി. അനിക്കാണെങ്കിൽ കൺട്രോളൊക്കെ നഷ്ടപ്പെടാണ്. ആകെപ്പാടെ അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ. എന്നാൽ ഈ വിവരമാണെന്നുണ്ടെങ്കിൽ നേരെ നന്ദാവനത്തിൽ അറിഞ്ഞിട്ടുണ്ട്. കനകയും ഗോവിന്ദനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ വലിയ സന്തോഷത്തിലാണ്. നന്ദുവിനെ ആണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തിയേക്കാണ്. നന്ദു അങ്ങനെ വണ്ടി നിർത്തി അകത്തോട്ട് കയറുന്നുണ്ട്. അമ്മയച്ഛനും ഇവിടെ ഇരിക്കുകയായിരുന്നു. അല്ല, രണ്ടുപേരും കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഏഞ്ചലറിയുടെ യഥാർത്ഥ ഓണറെ ആദർശേട്ടൻ കണ്ടുപിടിച്ചോ? അതോ ഇനി വേറെ വല്ല കല്യാണ കേസും കൊണ്ടുവന്നതാണോ? അതെ. ദേ അമ്മേ, ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടത്. പിന്നെ എന്തിനാണ് നിങ്ങൾ കല്യാണം നോക്കുന്നത്? ഞങ്ങളല്ല കൊണ്ടുവന്നത്, ഇങ്ങോട്ടായിട്ട് വന്നതാ. പ്രത്യേകിച്ച് നിനക്കെന്തായാലും ആളെ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അച്ഛാ, ഇതിനാണോ എന്നെ വിളിപ്പിച്ചത്? മോളെ, ഇത് ഞങ്ങളായിട്ട് കൊണ്ടുവന്നതല്ല, ഇങ്ങോട്ട് വന്ന പ്രപ്പോസലാ. എന്തൊക്കെ അച്ഛനും അമ്മി പറയുന്നത്? നിനക്കറിയാവുന്ന ആളാ മോളെ. എനിക്കറിയാവുന്ന ആളോ? വേറെ ആരുമല്ല, നിന്റെ അടുത്ത സുഹൃത്ത് തന്നെയാ നവീൻ. നവീനേട്ടനോ? അതെ, നവീൻ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നത്. നിന്നെ ഇഷ്ടമാണെന്നും അവന്തികയെ പെങ്ങളായിട്ട് കാണുന്നുള്ളെന്നും മൂർത്തി സാറെ വിളിച്ച് പറഞ്ഞത്രേ. വിളിച്ചു പറഞ്ഞതല്ല എൻ്റെ ഗോവിന്ദേട്ടാ, അമ്പലത്തിൽ വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെന്ന്. അങ്ങനെ എന്തോ മറ്റോ ആണ്. നവീനേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? കണ്ടോ, ദേ നോക്കി, നന്ദുവിന് ഷോക്കായി. അതേ മോളെ, നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നവീനേട്ടൻ അങ്ങനെയാണോ എന്നെ കണ്ടത്? അതിനെന്താ കുഴപ്പം? അവന് നിന്നെ എന്താ ഭാര്യയായിട്ട് കണ്ടൂടെ? അമ്മേ, ദേ നവീനേട്ടൻ ഞാനൊരു ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടത്. വെറുതെ അമ്മ അങ്ങനെയൊന്നും വളച്ചു തിരിക്കണ്ട. എന്തായാലും എനിക്കും ഗോവിന്ദേട്ടനും നവീൻ മോനും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് മാത്രം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നവീനേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നെ അതിന് കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതൊക്കെ പിന്നീടത്തെ കാര്യമല്ലേ. നവീമോൻ അതൊക്കെ ശരിയാക്കി എടുത്തോളൂ. അങ്ങനെ ശരിയാക്കി ഒരു കുടുംബത്തേക്ക് എനിക്ക് പോവണ്ട. എന്നിട്ട് വേണം അവിടെ കുത്തും പോലും ഉണ്ടാവാൻ. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു നേരെ മുറിയിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ് അനി പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ. അനി, നീ വല്ലതും അറിഞ്ഞോ? അറിയാതിരിക്കില്ലല്ലോ, എല്ലാവരും വിളിച്ച് പറഞ്ഞു കാണും. അറിഞ്ഞു. അനി, നീ എന്നോട് ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അത് വിശ്വസിക്കില്ല. അവൻ എന്നോട് ഇതിനു മുന്നേ പറഞ്ഞതാ നിന്നെ ഇഷ്ടമായിരുന്നു എന്ന്. പക്ഷേ ഞാനത് നിന്നോട് പറയാതിരുന്നത് നീ എനിക്ക് നഷ്ടമാണെന്ന് കരുതിയിട്ടാ. ഹനി, നീ എന്നെ അങ്ങനെയാണോ കണ്ടത്? അതുകൊണ്ടല്ല. ഈ വിവരം എങ്ങനെ നിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും നിന്നെ കിട്ടില്ല. അനി, ഒരിക്കലും ഞാൻ നവീനേട്ടൻ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല.
ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ചാവുന്നതിന് തുല്യമല്ലേ? ഹനി, നമുക്കിപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്താ ഇപ്പം ചെയ്യാൻ പറ്റിയ അവസരത്തിൽ? എന്ത് ചെയ്യാനാ? ഇനിയിപ്പം എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ടി വരും. എന്ത് കുത്തിത്തിരിപ്പ്? അവന്തികയായിരുന്നു ഒരു കച്ചിത്തുരുമ്പ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവന്തികയെ മുൾമുനയിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദു, നീ എന്താ നവീനോട് പറയാൻ പോകുന്നത്? ഞാൻ എന്ത് പറയാനാ? എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അത് ഞാനങ്ങ് തുറന്നു പറയും. ഓക്കെ, എന്നാൽ പിന്നെ നീ നിന്റെ കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ച് ചെയ്തോളാം. ആ സമയത്താണ് ദേവ്യാനെ അങ്ങോട്ട് വരുന്നത്. മോനെ അനി. നന്ദു, വല്യമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ ശരി. എന്താ വല്യമ്മേ? നീ ആരോട് സംസാരിക്കുന്നത്? നന്ദുവിനോടാണോ? ഏയ് അല്ല വല്യമ്മേ, ഇത് എൻ്റെ ഒരു സ്റ്റാഫാ. എനിക്ക് മനസ്സിലായി നന്ദു ആണെന്ന്. നിൻ്റെ ഈ സ്റ്റാഫേ എപ്പോഴും വിളിക്കുന്ന നന്ദു ആണല്ലേ? അത് പിന്നെ വല്യമ്മേ, അതെ, നീ ഇത് നിർത്താൻ നോക്ക്. നിനക്ക് നന്ദുവിനെ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നവീനാണെങ്കിൽ നന്ദുവിന് പിന്നാലെ നടക്കുക. എനിക്കറിയാം വല്യമ്മേ, അവൻ തന്നെ എന്നെ ചതിച്ചെന്ന് പറയാൻ പറ്റുമോ? നീ എപ്പോഴെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഇഷ്ടം? ഇല്ല, അത് നിന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാ. അതുകൊണ്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേ, നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ മറക്കാൻ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ അങ്ങോട്ട് ചെല്ല്. അങ്ങനെ അനി എന്തായാലും എന്തോ ഒരു കുത്തിത്തിരിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.